കാർഷിക വാർത്തകൾ. കനത്ത മഴയിൽ റബ്ബർ ടാപ്പിംഗിന് തടസ്സം. റബ്ബർ വില ഉയർന്നു. ക്രിസ്തുമസ് പുതുവർഷ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കുരുമുളക് വിപണിക്ക് ഉണർവ്. കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗിന് വീണ്ടും തടസ്സം നേരിട്ടു. കൊച്ചി, കോട്ടയം, മലബാർ മേഖലകളിൽ നിന്ന് ഷീറ്റിന് വിൽപ്പനക്കാർ കുറഞ്ഞതിനാൽ റബ്ബറിന് വില കയറി. ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികളും ടയർ കമ്പനികളും ശക്തമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ചരക്ക് കിട്ടാതെ വന്നതോടെ നിരക്ക് ഉയർത്തി സ്റ്റോക്കിസ്റ്റുകളെ ആകർഷിക്കാൻ ശ്രമം നടത്തി. RSS 4ാം ഗ്രേഡ് റബ്ബർ വില 19,400 രൂപയിൽ നിന്നും 19,700 രൂപ വരെ ഉയർന്നെങ്കിലും അവസാനം 19,600 രൂപയിലാണ് വിപണി അവസാനിച്ചത്. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാരത്തിലെ മുന്നേറ്റം തുടരുകയാണ്. അതേസമയം ബാങ്കോക്കിൽ ഷീറ്റ് വില ഇന്ന് താഴ്ന്നു. കുരുമുളകിനായി ഇറക്കുമതി രാജ്യങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ പിടിമുറുക്കി. ഉൽപാദന രാജ്യങ്ങളിൽ നടപ്പുവർഷം കുരുമുളക് ലഭ്യത ഉയരാനുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റതാണ് കാരണം. പാശ്ചാത്യ രാജ്യങ്ങൾ ക്രിസ്തുമസ്, ന്യൂ ഇയർ അവധി ദിനങ്ങളിലേക്ക് തിരിയാൻ തയ്യാറെടുക്കുകയാണ്. അവിടെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പതിവിലും ഡിമാൻഡ് ഉയരും. വിയറ്റ്നാമിൽ ചരക്ക് ക്ഷാമം രൂക്ഷമാണ്. നവംബറിൽ ടണ്ണിന് $6,500 വിൽപ്പന നടത്തിയ അവരുടെ പുതിയ വില $7,050. അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഉണർവ് ഇന്ത്യൻ കുരുമുളക് വിലയിലും പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് ഉൽപാദകർ. മഴ കനത്തതോടെ വയനാട്ടിൽ നിന്നും ഹൈറേഞ്ചിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ചരക്കുവരവ് ചുരുങ്ങി. ഗാർബിൾഡ് മുളക് വില 300 രൂപ വർദ്ധിച്ച് 65,200 രൂപയായി. ഏലക്ക ലേലത്തിലെ കയറ്റുമതിക്കാരും ആഭ്യന്തര ഇടപാടുകാരും സജീവം. ശരാശരി ഇനങ്ങളുടെ വില കിലോഗ്രാമിന് 3,050 രൂപയായി കയറി. മികച്ച ഇനങ്ങൾ 3,306 രൂപയിലും വ്യാപാരം നടന്നു. മൊത്തം 44,299 കിലോ ഏലക്കയുടെ ലേലം നടന്നു. കനത്ത മഴ മൂലം തമിഴ്നാട്ടിൽ നാളികേരോൽപ്പന്നങ്ങൾക്ക് വിൽപ്പനക്കാരില്ല. മില്ലുകാരിൽ നിന്നും പച്ചതേങ്ങയ്ക്ക് ആവശ്യം ഉയർന്നു നിൽക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ കൊപ്ര സംഭരിക്കാൻ മില്ലുകാർക്കായിട്ടില്ല. വൻകിട തോട്ടങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കവും കുറവാണ്. മാസാരംഭമായതിനാൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം ഉയരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കർഷക ആശങ്കകൾ പരിഹരിക്കാൻ അടിസ്ഥാന താങ്ങുവിലയ്ക്കപ്പുറം പരിഷ്കാരങ്ങൾ വേണമെന്ന് വിവിധ വകുപ്പുകളുടെ നിർദ്ദേശം. വരുന്ന ജൂണിൽ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായാണ് വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ. വകുപ്പുകൾ അടിസ്ഥാന താങ്ങുവിലയെ നേരിട്ട് എതിർക്കുന്നില്ലെങ്കിലും കർഷകർ ഉന്നയിക്കുന്ന വിലയേതര ആശങ്കകൾ പരിഹരിക്കണമെന്ന വാദമാണ് ഉന്നയിക്കുന്നത്. എണ്ണക്കുരു സംബന്ധിച്ച നിർദ്ദേശത്തോട് കാർഷിക മന്ത്രാലയം യോജിച്ചില്ലെങ്കിലും സാഹചര്യം കണക്കിലെടുത്ത് എണ്ണക്കുരുക്കൾക്ക് പരമാവധി വർധനവ് നിർദ്ദേശിച്ചു. ജൂൺ 19 മന്ത്രിസഭാ തീരുമാനത്തിനനുസൃതമായാണ് ഒക്ടോബർ 1 ഖാരിഫ് വിളകളുടെ സംഭരണം ആരംഭിച്ചത്. നെല്ല്, ജോവർ, ബജ്ര, റാഗി, ചോളം, പരിപ്പ്, മൂങ്ങ്, ഉഴുന്ന്, നീലക്കടല, സൂര്യകാന്തി വിത്ത്, സോയാബീൻ, എള്ള്, നൈഗർ സീഡ്, പരുത്തി തുടങ്ങിയ 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ചിരുന്നു. എണ്ണക്കുരുകളിൽ നൈജറിന് 12.70%, ധാന്യങ്ങളിൽ റാഗിക്ക് 11.50%, പയർ വർഗ്ഗങ്ങളിൽ 7.90% മുൻ വർഷത്തെ അപേക്ഷിച്ച് താങ്ങുവില വർദ്ധിച്ചത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കർഷകർക്കുള്ള ഡിജിറ്റൽ ഐഡന്റിറ്റികൾ വേഗത്തിൽ സജ്ജമാക്കാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം. ഇതിനായി ക്യാമ്പുകൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര കൃഷി വകുപ്പ്. ആധാർ ലിങ്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി സംസ്ഥാന ഭൂരേഖകളുമായി സംയോജിപ്പിക്കുന്നതാണ്. വിള പാറ്റേണുകൾ, ഉടമസ്ഥാവകാശ ഡാറ്റ എന്നിവ പോലുള്ള അവശ്യ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഐഡന്റിറ്റി. കേന്ദ്രത്തിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായ അഗ്രിസ്റ്റാക്ക് സംരംഭത്തിന് കീഴിലുള്ള 3 രജിസ്ട്രികളിൽ ഒന്നായ കർഷകരുടെ രജിസ്ട്രിയിലാണ് ഫാർമർ ID രൂപീകരിക്കുന്നത്. ഈ വർഷം ആദ്യം കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ച ഈ ദൗത്യം കാർഷിക മേഖലയിൽ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ID വേഗത്തിലാക്കുന്നതിനായുള്ള ക്യാമ്പയിൻ കിസാൻ പെഹ്ചാൻ പത്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗോതമ്പിന്റെ അധിക സ്റ്റോക്ക് ഒഴിവാക്കുന്നതിൽ മില്ലുകൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ആദ്യ പ്രതിവാര ലേലം ഈ മാസം 4-ന്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നടപടിയിൽ മില്ലുകൾ അസന്തുഷ്ടരാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം സർക്കാരിന്റെ ആദ്യ പ്രതിവാര ലേലം ഈ മാസം 4-ന് 1 ലക്ഷം ടണ്ണാണ് നിശ്ചയിച്ചിരിക്കുന്നത്.
കർണാടക, ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്ക് 5000 ടൺ വീതമാണ് നൽകുക. മറ്റ് സംസ്ഥാനങ്ങളിൽ FCI ഉത്തർപ്രദേശിൽ 14,000 ടൺ, പഞ്ചാബിൽ 12,500 ടൺ, പശ്ചിമ ബംഗാളിൽ 7,000 ടൺ, അസമിൽ 6,500 ടൺ, ഡൽഹിയിൽ 5,500 ടൺ, മധ്യപ്രദേശിൽ 4,000 ടൺ, തമിഴ്നാട്ടിൽ 3,000 ടൺ എന്നിങ്ങനെയാണ് നൽകുന്നത്. ലേലം ചെയ്യുന്നയാൾ തന്റെ പ്രതിമാസ ശേഷിയിൽ കൂടുതൽ ലേലം വിളിക്കരുതെന്നും സ്റ്റോക്ക് ഉയർത്തരുതെന്നും രേഖാമൂലം ഉറപ്പു നൽകുകയും വേണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ മരച്ചീനി ഇനങ്ങളുമായി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. പുതിയ ഇനങ്ങൾക്ക് കുറഞ്ഞ വളപ്രയോഗം മതിയാകും. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും മികച്ച വിളവ് നൽകുന്നതുമായ മരച്ചീനി ഇനങ്ങളാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയിരിക്കുന്നത്. ശ്രീ അന്നം, ശ്രീ മന്ന എന്നു പേരിട്ടിരിക്കുന്ന ഇവയ്ക്ക് കുറഞ്ഞ വളപ്രയോഗം മതിയാകും. 1 ഹെക്ടറിൽ 30 മുതൽ 40 ടൺ വരെ വിളവാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ അന്നം വിളവെടുത്ത് ഒരാഴ്ചയോളവും ശ്രീ മന്ന 3 ദിവസത്തോളവും കേടുകൂടാതിരിക്കും. മറ്റു വിഭാഗങ്ങളിലുള്ളവയ്ക്ക് ഉപയോഗിക്കുന്നതിന്റെ 1/4 വളപ്രയോഗം മാത്രമാണ് പുതിയ വിഭാഗങ്ങൾക്ക് ആവശ്യമായി വരുന്നുള്ളൂ എന്നാണ് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇരു വകഭേദങ്ങളുടെയും മരച്ചീനി കമ്പ് 2025 ഏപ്രിൽ മുതൽ തിരുവനന്തപുരത്തെ CTCRI ശ്രീകാര്യം ഓഫീസിൽ നിന്ന് കർഷകർക്ക് ലഭ്യമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 197, RSS 5 193, ലാറ്റക്സ് 128, ജാതിക്ക 400, ജാതി പത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 930, അടയ്ക്ക 250, കാപ്പിക്കുരു 230, കൊക്കോ പരിപ്പ് 630, കുരുമുളക് ഗാർബിൾ 65,200, കുരുമുളക് അൺഗാർബിൾ 63,200, ഏലക്ക 2,800 മുതൽ 2,900 വരെ, വെളിച്ചെണ്ണ 21,100, കൊപ്ര 15,850, ചുക്ക് 32,500.